വളരെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ട ഒരു മേഖലയാണ്. ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. സിനിമ എന്നൊക്കെ പറയുന്നത് വേറൊരു ലോകം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത്. ഞാനീ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലായിട്ട് രംഗത്ത് ഇറങ്ങാൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല. സിനിമ നടക്കാതെ പോയിട്ടുണ്ട്, ആ പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറേ പാട്ടുകൾ അങ്ങനെ ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളൊരു വിഷമമുണ്ടാവും. തുടക്കക്കാരനുണ്ടാവുന്ന അതേ ഒരു ഉത്തരവാദിത്വ ബോധവും പ്രഷറും ടെൻഷനും ഞാനിപ്പോഴും അനുഭവിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രഗത്ഭരായ വ്യക്തികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് നമ്മളോട് സംബന്ധിക്കുന്ന സായാഹ്ന സംഭാഷണ പരമ്പരയുടെ അടുത്ത ഒരു എപ്പിസോഡാണ്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഗാനരചയിതാവും കവിയും എഴുത്തുകാരനുമായ ശ്രീ റഫീഖ് അഹമ്മദാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. ജേർണലിസ്റ്റും ഓഥറുമായ അമിതാഭ് പ്രകാശ് ശ്രീ റഫീഖ് അഹമ്മദുമായി നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ എപ്പിസോഡാണ്. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് എപ്പോഴും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. 1999 ഗർഷോം എന്ന PT കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത സിനിമയിലെ സംഗീതം എഴുതാനായിട്ട് അങ്ങ് കാൽച്ചുവട് വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ 2024 ഇറങ്ങിയ ബോഗൻവില്ല വരെ അങ്ങയുടെ സംഗീതത്തിൻ്റെ വരികൾ നമ്മൾ എല്ലാ മലയാളികളും ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് അങ്ങ് ആദ്യമായിട്ട് ഗർഷോം എന്ന സിനിമയിലൂടെ കടന്നു വന്നത്? എങ്ങനെയാണ് ആ വഴിയെ കുറിച്ച് ഒന്ന് പറയാമോ? യഥാർത്ഥത്തിൽ ഈ സിനിമ ഗാനരചനാ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വളരെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ട ഒരു മേഖലയാണ്. നേരത്തെ പറഞ്ഞ PT കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, അവരായിട്ട് എനിക്ക് നേരത്തെ സൗഹൃദമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരായിട്ടുള്ള ഒരു കൂടിയിരിപ്പുകളിലൊക്കെ ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ എന്നോട് പാട്ട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുക ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ പാട്ടുകൾ പണ്ട് മുതലേ ആസ്വദിക്കുന്ന ആളും പാട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇപ്പോഴും ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ പാട്ട് എഴുതുന്നതിനെ പറ്റി ഞാനൊരു ഐഡിയ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കവിതകൾ എഴുതി പോയി കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവർ സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ സിനിമയിൽ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ പാട്ട് എഴുതണം എന്താണെന്നുള്ള പറ്റിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞ ഒരു കവിത എഴുതുന്ന പോലെ എഴുതിയാൽ മതി, അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കവിത പോലെ ഒരു ഈ പ്രവാസത്തിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ള ഒരു ഗസൽ രൂപത്തിലുള്ളൊരു പാട്ടാണ് അവർ പറഞ്ഞിരുന്നത്. അത് എഴുതുകയും പിന്നെ രമേശ് നാരായണനും ആയിട്ട് കണ്ടിരുന്ന് അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അതിന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഒരു ഗർഷോമിലെ ആദ്യത്തെ പാട്ട് പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന് പറയുന്ന പാട്ടുണ്ടാവുകയാണ്. പിന്നെ അതോട് കൂടിയിട്ട് ഞാൻ സത്യത്തിൽ അങ്ങനെ ഞാനീ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലായിട്ട് രംഗത്ത് ഇറങ്ങാൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അതോടുകൂടി നിർത്തി ഞാൻ. പിന്നെ അത് കഴിഞ്ഞു, സിനിമ വന്നു. ആ പാട്ടൊന്നും അന്നൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അധികം. സിനിമയും കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അന്ന്. ഇപ്പോൾ പിന്നീട് കുറേ ആൾക്കാരൊക്കെ അത് ശ്രദ്ധിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് കമലിൻ്റെ പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമയിൽ എഴുതുന്നത്. അത് മുതൽക്ക് പിന്നെ ഫ്ലാഷ് എന്നുള്ള സിനിമ വന്നു. പിന്നെ എനിക്ക് തന്നെ അറിയാത്ത രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഭാഗ്യമോ പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ ആയി വന്നതാണ്. അപ്പോൾ 1999 ഗർഷം ഇറങ്ങിയത്. പിന്നെ ഇതിനേക്ക് താല്പര്യം കാണിച്ചില്ല. പിന്നെ 2004 കമൽ സാറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ജയചന്ദ്രൻ സാർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമയിലേക്ക് വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനുമായിട്ടുള്ള ഈ ഒരു പാട്ടിലേക്ക് എത്തിപ്പെട്ടത്? എന്താണ് മീൻസ് ഈ ഒരു മേഖല ഇനി വേണ്ട, താല്പര്യമില്ല എന്നുള്ള ഒരാൾ പിന്നീട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? താല്പര്യമില്ല എന്നുള്ളതല്ല വാസ്തവം. ഞാൻ അതിനെപ്പറ്റി അത്ര ബോധേഡായിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ മേഖല അതായിരുന്നില്ല. കാരണം സിനിമ എന്നൊക്കെ പറയുന്നത് വേറൊരു ലോകം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത്. ഞാൻ ഈ കവിതയും പിന്നെ വായനയും ആ തരത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇതങ്ങനെ വന്നു പെട്ടതാണ്. ജയചന്ദ്രനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശമനതാളം എന്ന് പറയുന്ന ഒരു സീരിയൽ വന്നിരുന്നു. ആ സീരിയലിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ടൈറ്റിൽ സോങ് അത് ശ്യാംപ്രസാദ് അത് സംവിധാനം ചെയ്ത ഒരു സീരിയലായിരുന്നു, നല്ലൊരു സീരിയലായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ സോങ്ങാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഞാനും ജയചന്ദ്രനും കൂടി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പെരുമഴക്കാലത്തിൽ എന്നെ വിളിക്കുന്നത്. സത്യത്തിൽ ഈ സിനിമാ രംഗത്ത് ഇങ്ങനെ പിന്നെ ഒരു ചുവടുറപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് കടന്ന് വരുന്നതിനുള്ള ഒരു കാരണം ജയചന്ദ്രനാണ്. പിന്നീട് ഇങ്ങനെ കുറേ ആൾക്കാരും ബിജി ബാലനായിട്ടും രമേശ് നാരായണനായിട്ടും നമ്മുടെ ഗോപി സുന്ദറായിട്ടും ഒക്കെ പലരായിട്ടും ചെയ്തു.
പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു മേഖലയ്ക്ക് വരണ്ടെന്ന് വിചാരിച്ചു വീണ്ടും വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കും ഓക്കെ ഇനി എനിക്ക് എൻ്റെ സിനിമകളിൽ അല്ലെങ്കിൽ ഗാനങ്ങളാണെന്നുണ്ടെങ്കിൽ നന്നാവും അല്ലെങ്കിൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എൻ്റെ ചിലപ്പോൾ പാത ഇതാണെന്നുള്ളത്. പക്ഷേ പ്രതീക്ഷിക്കാതെ മൂന്നാമതായിട്ട് ഇറങ്ങിയിട്ടില്ല അത് മന്ദാരപ്പൂവല്ല എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഗാനങ്ങൾ രചിക്കുകയും എല്ലാം പ്രതീക്ഷ വെച്ചു. പക്ഷേ ആ സിനിമ റിലീസായില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കാരണം ഒരുപാട് എഫേർട്ടുകൾ ഒരുപാട് ചിന്തകൾ ഒരുപാട് ചിലവാക്കിയിട്ടാണ് അങ്ങനെ നമ്മളൊരു എന്തൊരു കലാസൃഷ്ടിക്കാണെന്നുണ്ടെങ്കിലും ഇതാക്കുന്നത്. ആ സമയത്ത് ആ ഒരു എന്താ പറയുക ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തത് അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇപ്പോൾ മാത്രം ലൈക്ക് അന്നും ഇപ്പോഴും ഉണ്ടാവുന്ന അങ്ങനത്തെ സന്ദർഭങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അത് ഈ പടം മാത്രമല്ല, കുറേ സിനിമകൾ അങ്ങനെ ലാപ്സായി പോയിട്ടുണ്ട്. കുറേ പാട്ടുകൾ അങ്ങനെ നമുക്ക് ചെയ്ത ശേഷം ഇപ്പോൾ ഞാനും മോഹൻ സിത്താരമായിട്ട് തന്നെ ഒന്നിലേറെ സിനിമകളിൽ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമ നടക്കാതെ പോയിട്ടുണ്ട്, ആ പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് അത് വിഷമം തോന്നാറുണ്ട്. കാരണം ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളതിനേക്കാളൊക്കെ ചിലപ്പോൾ നല്ല പാട്ടുകളായിരിക്കാം അത്. ഇപ്പോൾ മന്ദാരപ്പൂവിലെ പാട്ടൊക്കെ നല്ലതാണ്, ഷഹബാസാണ് അത് ചെയ്തത്, ഷഹബാസ് ഞാൻ വിട്ടാണ് ചെയ്തത്, അത് വന്നില്ല. പിന്നെ അങ്ങനെ പലതും അങ്ങനെ ഒരുപാട് ഒന്നൊന്നല്ല ഒന്നിലേറെ സിനിമകൾക്ക് അങ്ങനെ ചെയ്തിട്ട് അതെല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ അനുഭവങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇപ്പോൾ ഈ കരിയറിൽ വരുന്ന ഇപ്പോൾ സെറ്റ് ബാക്സുകൾ അന്നത്തെ കാലത്ത് തുടക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ അത്ര അധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ വളരെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഒരുപാട് ഇതായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാരണം സാറിൻ്റെ സമയമാണെന്നുണ്ടെങ്കിലും ഒരുപാട് വാല്യൂബിളാണ് കാരണം ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ മറ്റു സിനിമയ്ക്ക്. അപ്പോൾ ഇന്നത്തെ സമയത്ത് അങ്ങനെ വരുന്ന എന്താ പറയുക ചില വർക്കുകൾ വിചാരിച്ച പോലെ ആകുന്നില്ല, അതല്ലെങ്കിൽ വിജയിക്കുന്നില്ല, അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഇപ്പോഴും നമുക്കിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന സാധനം വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് പിന്നെ എത്രയോ സിനിമകൾ എനിക്കറിയാം, എത്രയോ വളരെ ആവേശത്തോടു കൂടിയിട്ട് അതിൻ്റെ തുടങ്ങി വെച്ചിട്ട് തുടക്കത്തിലോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ഘട്ടത്തിലോ അത് പിന്നെ ഇല്ലാതായി പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ യൂസ്ഡായി, അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ തന്നെ എല്ലാം ആയിക്കൊള്ളുന്നില്ല. തീർച്ചയായിട്ടും കുറേ പാട്ടുകൾ അങ്ങനെ ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളൊരു വിഷമമുണ്ടാവും. അതിൻ്റെയൊക്കെ വിധി അതായിരിക്കും വിചാരിക്കത്രേ ഉള്ളൂ. പിന്നീട് ആ പാട്ടുകൾ റിലീസ് ചെയ്യാനോ അങ്ങനെ അല്ലെങ്കിൽ കാരണം ഒരു സിനിമകളല്ലാണ്ട് റിലീസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തി? എൻ്റെ കയ്യിലല്ലല്ലോ. നമുക്ക് ഒരു എഴുത്തുകാരെന്നുള്ള എനിക്ക് നമ്മളത് പാട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും അവരതിനൊരു പ്രതിഫലം തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇത് കഴിഞ്ഞു, അതിനുള്ള അവകാശമൊന്നും ഇല്ല. പിന്നെ അവർക്കാണല്ലോ അവരാണല്ലോ അത് ചെയ്യേണ്ടത്. അങ്ങനെ പലരും അപൂർവം ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്. ചില വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്. യൂസഫ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു. മുന്തിരി കണ്ണും പൂട്ടി എന്ന് പറയുന്ന ഒരു പാട്ടാണത്. ഒരു മാപ്പിളപ്പാട്ട് സ്റ്റൈലിലുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്, പക്ഷേ സിനിമ നടന്നില്ല. അപ്പോൾ ആ പാട്ട് അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ അടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്, ചിലർ പിന്നെ തീരെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്.